ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സദ്യക്ക് മസാലക്കറി ഇല്ലാണ്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പമാണ്. നമ്മൾ സദ്യക്ക് കാറ്ററിംഗുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ട്രിക്ക് ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതേ കുറച്ച് ഗ്രീൻ ബീൻസ് ഞാനിതേ കുതിർത്തിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സോയാ ബോൾ നമ്മളിതേ ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇതാണ്ട ഗ്രീൻ ബീൻസ് ഒന്നും വെന്തുടയാൻ പാടില്ല, ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ മസാലക്കറിക്ക് ടേസ്റ്റ് കൂടുന്നതൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ചതിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്ന വരെ നമുക്കതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണം വരുന്ന വരെ നമുക്ക് ജസ്റ്റ് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി അതൊക്കെ മൂത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നാളികേരക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അര കൈപ്പിടിയോളം നാളികേരക്കൊത്ത് ഇങ്ങനെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ആട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവയ്ക്കൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഒരു സബോള ഞാൻ നീളനെ ഇങ്ങനെ അരിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വാട്ടിയെടുക്കുക കേട്ടോ. സബോള വാടി കിട്ടണ വരെ നമ്മൾ നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേഗം വാട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഇങ്ങനെ മൂത്തെടുക്കുക. അപ്പോൾ മൂക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തന്നെ മസാലകളൊന്ന് മൂത്ത് വരണം കേട്ടോ. മസാല നന്നായി മൂത്താലാണ് നമ്മുടെ മസാല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ പച്ചക്കുത്തും ഒക്കെ പോയിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. കളർ ജസ്റ്റ് മുളകിൻ്റെയൊക്കെ മാറണ വരെ മൂപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മസാല ഇത് മൂത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ മസാല കറിയുടെ ടേസ്റ്റ് അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാല മൂത്ത് വരണം കേട്ടോ. മസാലയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ്, സോയാ ബോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സോയാ ബോൾ വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റും ഉരുളൻകിഴങ്ങും അതൊക്കെ വേവിച്ച് വെച്ച കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വേവിച്ചത് ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. മസാല എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്തിട്ടുള്ളതാണ്. ജസ്റ്റ് തേങ്ങാപ്പാലും എല്ലാത്തിലും പിടിക്കാമെന്നൊന്ന് ജസ്റ്റ് തേങ്ങാപ്പാലൊക്കെ കുറുകി വരട്ടെ കേട്ടോ. ഈ കഷ്ണങ്ങളിലൊക്കെ പിടിക്കട്ടെ. പിന്നെ ഇതിൽ ഉപ്പ് ഒന്നിലും വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതിലെല്ലാം ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. തേങ്ങാപ്പാലിലൊക്കെ ഇതായിട്ട് മിക്സായി വരുമ്പോൾ ഉപ്പ് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് തേങ്ങാപ്പാലൊന്ന് വറ്റി വരണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മസാലകളൊക്കെ ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പട്ട, അങ്ങനത്തെ ഗ്രാമ്പൂ, അങ്ങനത്തെ കുറച്ച് മസാലകളില്ലേ, അത് ജസ്റ്റ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതൊന്ന് വാടിയതിന് ശേഷം നമുക്കത് ഒരു 1/2 കൈപ്പിടിയോളം തേങ്ങ അതും കൂടി വാട്ടിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് തന്നെ ബ്രൗൺ നിറാക്കണം. തീ കൂട്ടിയിടരുത്, പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞ് പോകട്ടോ. കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറി പോകട്ടോ. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം. അപ്പോൾ എണ്ണ നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്തത് തന്നെയുള്ളൂ, പിന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, കണ്ടില്ലേ, ഇതേപോലെ ചുമന്ന കളറാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വറ്റി വന്നതിലേക്ക് നമുക്കതൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട നന്നായിട്ട് നമുക്ക് വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തത് നമ്മുടെ
ഈ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ട തേങ്ങ അരപ്പും അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും അരപ്പ് ഇങ്ങോട്ട് ആക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വളരെയധികം എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുറുകി കിട്ടുക വേണ്ട കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടുക. അപ്പോൾ അതേ ഉപ്പ് കുറവ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അതൊക്കെ വറ്റി വന്നതിന് ശേഷം നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് എല്ലാം വറ്റി വന്ന് ഇറക്കാറാവുമ്പോൾ ചേർത്താൽ മതി. എന്നിട്ട് ഈ നെയ്യ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സദ്യക്കല്ലേ നമ്മൾ കാറ്ററിംഗുകാരുടെയൊക്കെ ഒരു സീക്രട്ടാണ് കേട്ടോ ഇത്, രുചി കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ മസാലക്കറി ഉണ്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.